ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷോ അത് ലേറ്റസ്റ്റ് എപ്പിസോഡ് അറിയണം. അപ്പം ഇനി കാണാൻ പോകുന്ന എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര ഉഗ്രൻ എപ്പിസോഡാണ്. കാർത്തികയുടെ ആ ഒരു പ്രവണതയും അതിന് കൂട്ടു നിൽക്കുന്ന സത്യഭാമയെല്ലാമായിട്ട് ശാലിക്ക് താൽക്കാലിക ഒരു തോൽവി വന്നെങ്കിലും ആ തോൽവി ഒക്കെ അതിജീവിക്കത്തക്ക രീതിയിൽ ശാലിനി പോലും പ്രതീക്ഷിക്കാത്തൊരു ജയം നേടിക്കൊടുക്കുകയാണ് നമ്മുടെ വിഷ്ണു ഇന്നത്തെ എപ്പിസോഡിനകത്ത്. അപ്പോൾ ഇതിന് ഡീറ്റെയിൽ റിവ്യൂ നോക്കാം. അതിന് മുന്നത്തെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യുന്ന കമൻറ്റ്സ് ഷെയർസ് ലൈക്സ് ആരും മറക്കണ്ട കേട്ടോ. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന ഒരു കാര്യം, വിഷ്ണുവിൻ്റെയും കാർത്തികയുടെയും കല്യാണമാണ് ചർച്ചാ വിഷയം. ആ ചർച്ച ചെയ്യുന്നത് മറ്റാരുമല്ല, നമ്മുടെ രാഘവേട്ടനും രോഹിത്തും അതുപോലെ പിള്ളച്ചേട്ടനും എല്ലാവരും സംസാരിക്കുകയാണ്. ഈ സത്യാമ്മ എന്ത് കണ്ടിട്ടാണ് ഈ പരിപാടിയൊക്കെ നടന്നത്? നാട്ടുകാരൊക്കെ വിളിച്ച് ഇങ്ങനെ ഒരു കല്യാണം കൂടെ ക്ഷണിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളെ കൈവിട്ട് പോകത്തില്ല അച്ഛൻ നമ്മുടെ രോഹിത്ത് പറയുമ്പം നട്ടൻ പറയുന്നുണ്ട്, ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് എന്തോ കള്ളക്കളി ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം വിഷ്ണുവിന് കാർത്തികയുടെ അത്ര വലിയ അടുപ്പമൊന്നുമില്ല, പിന്നെ നമ്മളെ കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ ഒന്ന് കാട്ടിക്കൂട്ടുന്നേ ഉള്ളൂ. ശാലി എന്തായാലും ഇതൊക്കെ ഈ പ്രശ്നം നടക്കുമ്പോൾ ഈ സമയത്ത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നത് വളരെ കാര്യമെന്നൊക്കെ അവർ സംസാരിച്ച് തീർന്നില്ല. അപ്പോഴത്തേക്കും ഒരു പട ഇളകി വരുന്ന പോലെ ഗോപാലകൃഷ്ണനും അതുപോലെ മാഷും മറ്റ് വേറൊരാളുണ്ടല്ലോ, അവരും എല്ലാവരും ശാരദാമ്മയ്ക്കായിട്ട് ഓടി വരുവാണ്. അപ്പം ഇവരെല്ലാവരും ഗേറ്റിൻ്റെ അവിടെ നിന്ന് കയറി വരുന്ന കാണുന്ന മേളിൽ നിന്ന് ശാലിനി കണ്ടിട്ട് ഇവരെല്ലാം എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ ഇങ്ങോട്ടേക്ക് ശാലിനി എന്താണ് ഓടി പിടിച്ച് താഴേക്ക് ശാലിനി ഇറങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും രാഘവേട്ടനും അതുപോലെ തന്നെ പിള്ളച്ചേട്ടനൊക്കെ നോട്ട് അത് വരുന്ന ഗോപാലകൃഷ്ണനും ശാരദാമ്മയൊക്കെ അല്ലേ, ആ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇനി എന്തിനാണോ എന്ന് അവർ നിന്ന് അങ്ങ് തീർന്നില്ല. അപ്പോഴത്തേക്കും ഗോപാലകൃഷ്ണൻ മുന്നിലേക്ക് വന്നു. അപ്പം ഗോപാലകൃഷ്ണൻ കണ്ടത് ഗോപാലകൃഷ്ണനോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗോപാലകൃഷ്ണൻ എന്താണ് വെറുതെ ഇരിക്കുന്നില്ല. ഗോപാലകൃഷ്ണൻ പറയുന്ന ഒറ്റൊരു കാര്യം എന്ന് പറയുന്നത്, രാഘവൻ നായർ മോൻ്റെ രണ്ടാം കല്യാണത്തിനുള്ള അന്വേഷണമൊക്കെ ആണല്ലോ, ഇവിടെ വീട്ടിൽ രണ്ടാം കല്യാണത്തിന് അന്വേഷണമൊക്കെ പൊടിപൂരം ആണെന്നൊക്കെ കേട്ടല്ലോ എന്ന് പറയുമ്പോൾ ഈ രാഘവൻ നായർക്ക് ഒരു എന്താണ് ചമ്മലാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഗോപാലകൃഷ്ണൻ നമുക്ക് അകത്ത് കയറി നിന്ന് സംസാരിക്കാം. ഞാൻ അകത്ത് കയറി നിന്ന് സംസാരിക്കാൻ വേണ്ടി ഒന്നും വന്നതല്ല രാഘവൻ നായരെ, ഇനി അഥവാ നിങ്ങൾ പറയുന്നതായിട്ട് ഇനി അകത്ത് കയറി ഇരുന്നാലും സത്യഭാമ ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ പറ്റത്തില്ല എന്ന് തടയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ രാഘവൻ നായർ ചോദിക്കുമ്പോൾ രാഘവൻ നായർ ഉൾപ്പെടെ എല്ലാവരും തന്നെ ചമ്മി പോവാണ്. കാരണം അമ്മയുടെ മുന്നിൽ രാഘവൻ നായർക്ക് അങ്ങനത്തെ ഒരു വില പോലും ഇല്ലല്ലോ എന്ന് കുത്താതെ കുത്തിയാണ് നമ്മുടെ ശാലിനിയുടെ അച്ഛൻ പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ചമ്മി നിൽക്കുമ്പോൾ ശാലിനി എന്താണ്ട് വരുവാണ്. ശാലിനി, അയ്യോ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അമ്മ ഇത് എന്തായി കാണിക്കുന്നത്? മോളെ, ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഒന്നും വന്നതല്ല, നിൻ്റെ അച്ഛൻ്റെ ഒരേ നിർബന്ധം. അമ്മയെ ഞാൻ പറഞ്ഞില്ല ഇത് വലിയ കാര്യമായിട്ട് എടുക്കലെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഗോപാലൻ പറയുന്നുണ്ട്, നിനക്കേ അന്വേഷിക്കാനും പറയാനൊക്കെ ആളുണ്ട്, അപ്പം അതുകൊണ്ട് ഇനി ഇവിടം വരെ വന്നില്ല. നിൻ്റെ അമ്മ വന്ന് പറഞ്ഞ് നിൻ്റെ ഭർത്താവിന് രണ്ടാം കല്യാണം നടക്കാൻ നിൽക്കുന്നത്, എന്നാൽ പിന്നെ അതിൻ്റെ ഒരു കാര്യം ചോദിച്ചിട്ട് തന്നെ കാര്യം, നിനക്ക് ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട് മോളെ, അതുകൊണ്ട് നിനക്ക് കാര്യങ്ങൾ ചോദിക്കാൻ ഇനി ആരും വന്നില്ല എന്നാരും ഇവിടെ പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ മാഷ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ അത് ചോദിക്കേണ്ട കാര്യമല്ലേ മോളെ, നാട്ടു നടപ്പിന് എതിരായിട്ടുള്ള രീതിയിൽ ഒരു വിവാഹം കഴിച്ച് ആ ഭാര്യ നിലനിൽക്കുമ്പോൾ തന്നെ മറ്റൊരു വിവാഹം കഴിച്ചാൽ അത് നാട്ടു നടപ്പിന് എതിരായ കാര്യം കഴിക്കുമ്പോൾ നമുക്ക് ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റും എന്ന് അവരും കൂടെ പറയാൻ ശാലിനി എന്താണ് ഒരു നിസ്സഹായാവസ്ഥയ്ക്ക് എന്തിനാ ഇതൊക്കെ ചോദിക്കാൻ പോകുന്നത് എന്ന രീതിയിൽ ശാലിനി നിൽക്കുമ്പോഴത്തേക്കും അമ്മ പറയുന്നുണ്ട്, ശാരദാമ്മ പറയുവാണ്, മോളെ പ്രശ്നം ഉണ്ടാക്കാനോ വഴക്കുണ്ടാക്കാനോ വേണ്ടി ഒന്നുമല്ല, നമുക്കിത് കാര്യങ്ങൾ ചോദിക്കണ്ടേ എന്ന് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുവാണ്, മോളെ നിൻ്റെ ജീവിതത്തിൻ്റെ കാര്യമാണ്, പ്രത്യേകിച്ച് നിൻ്റെ ജീവിതത്തിനെ ഇരുട്ടിലാക്കുന്ന ഒരു കാര്യത്തിനും കൂട്ടി നിൽക്കാൻ ഞങ്ങൾ ആരെയും കിട്ടത്തില്ല. സത്യഭാമേ കുറേ നേരമായി നിങ്ങളുടെ മുറ്റത്ത് വന്നിരിക്കുന്നത്, നിങ്ങൾ അവിടെ ഒന്നും ഇല്ലേ, ഇങ്ങോട്ടേക്ക് പുറത്തിറങ്ങി വാ. ഗോപാലകൃഷ്ണൻ വിളിച്ച് കൂകുമ്പോഴത്തേക്കും നേരെ സത്യഭാമ പുറത്തേക്ക് ഇറങ്ങി വന്നത്. പിന്നെ എപ്പോഴത്തെയും പോലെ സ്ഥിരം പരിപാടി തന്നെ, നമ്മുടെ സത്യഭാമ പുറത്തിറങ്ങി വന്നത് പിള്ളച്ചേട്ടൻ വരുമോ, ആ കസേര തുടയ്ക്കോ പുള്ളിക്കാരിക്ക് ഇരിക്കുമോ. അപ്പോൾ ഇരുന്ന് കഴിഞ്ഞിട്ട് എന്താ പ്രശ്നം ഒന്ന് അറിയണമല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇവരെല്ലാം പറയുക, നാട്ടു നടപ്പിന് എതിരായിട്ട് അനീതിയായിട്ട് ഇവിടെ ഒരു കാര്യം നടക്കുന്നറിഞ്ഞ്, അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടി വന്നത്. സത്യഭാമയുടെ വീടാണിത്, സത്യഭാമയുടെ വീട്ടിൽ നീതിക്ക് നിരപ്പിന് നയിക്കാത്ത ഒരു കാര്യം ഇവിടെ നടക്കുമെന്ന് ആരും പറയണ്ട, എല്ലാ ന്യായമായ കാര്യം നടക്കുന്നത്, അന്യായത്തിന് ഇവിടെ സ്ഥലമില്ല സത്യഭാമ പറയുമ്പോൾ അനിയുടെ മാഷ് വയ്ക്കുവാണ്, സത്യാമേ അങ്ങനെയല്ല കാര്യങ്ങൾ, വേലി തന്നെ വിളവ് തിന്നാൻ പിന്നെ ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇങ്ങ് വരെ വന്നേ ഉള്ളൂ. അപ്പം സത്യഭാമയ്ക്ക് ദേഷ്യം വന്ന്. അപ്പം സത്യഭാമ പറയുവാണ്, അതെ വാദ്യാരുടെ ഈ പറയുന്ന ഈ തത്വജ്ഞാനമൊക്കെ അങ്ങ് സ്കൂളിൽ ചെന്നങ്ങ് പിള്ളേരെ പഠിപ്പിച്ചാൽ മതി, ഇവിടെ സത്യഭാമയുടെ മുറ്റത്തൊന്ന് സംസാരിക്കാൻ നിൽക്കണ്ട. അപ്പോഴത്തേക്കും വീണ്ടും കാര്യങ്ങൾ പറയുക വഷളാവുന്ന മനസ്സിലാപ്പം നമ്മുടെ രാഘവൻ നായർ കയറി ഇടപെട്ട് പറയുവാണ്, ഭാമേ നീ അവർക്ക് പറയാനുള്ള കാര്യം നീ അത് കേൾക്ക്, എന്നിട്ട് നീ അതിന് ന്യായമായൊരു വിധി പറ. ഈ സമയത്തേക്ക് വിഷ്ണുവും അതുപോലെ കാർത്തിക എല്ലാം തന്നെ അവിടെ തന്നെ നിന്ന് കേൾക്കുവാണ് എന്താ സംസാരിക്കുക. അപ്പം സത്യഭാമ പറയുന്നുണ്ട്, നിങ്ങൾ പറ എന്തോന്ന്. അപ്പം നമ്മുടെ ശാരദാമ്മ പറയുന്നുണ്ട്, സത്യാമ്മ ഞങ്ങൾ വഴക്കിനോ കാര്യത്തിനോ വേണ്ടി ഒന്നും വന്നതല്ല, ഞങ്ങൾ എന്താണ് ന്യായം ചോദിക്കാൻ വേണ്ടി വന്നത്, വിഷ്ണു മോന് മറ്റൊരു വിവാഹം കഴിപ്പിക്കുന്നു, മോൾ ഇവിടെ നിൽക്കുമ്പം തന്നെ അതും ശാലിനിമോടെ കഴുത്തി വിഷ്ണു കിട്ടി താലിയോടെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഒരു കല്യാണം നാട്ടിൽ നടപ്പിന് ശരിയാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം, ഈ നിൽക്കുന്നില്ലേ അതാണ് കാർത്തിക, എൻ്റെ മകൻ വിഷ്ണു വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണ്. പിന്നെ ശാലിനിയുടെ
കാര്യം. ശാലിനിക്ക് എൻ്റെ മകൻ്റെ കൂടെ വിവാഹം കഴിച്ച് നല്ലപോലെ ജീവിക്കാൻ, ഭാര്യയായിട്ട് ജീവിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് എൻ്റെ മകനെ കാർത്തിക വിവാഹം കഴിക്കേണ്ടത്. അതാ അവളുടെ കഴുത്തിലും കടപ്പുണ്ട് അവൻ കെട്ടിയ താലി. അപ്പോൾ ശാലിനി വിട്ടു കൊടുക്കില്ല. അതിന് വിഷ്ണുവേട്ടൻ അങ്ങനത്തെ ഒരു താലി കെട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൻ്റെ സത്യാവസ്ഥയൊക്കെ വിഷ്ണുവേട്ടൻ പറയട്ടെ. എന്നിട്ട് ശാലിനി അച്ഛൻ്റെ അമ്മേനെ കൂടെ നിന്നെയാണ്. എന്നിട്ട് ശാലിനി നേരെ അകത്തേക്ക് കയറി ചെന്നിട്ട് വിഷ്ണുവിൻ്റെ കയ്യിലൊരു പിടുത്തമാണ്. അങ്ങ് പിടിച്ച് ചോദിക്കുവാണ്, വിഷ്ണുവേട്ടാ ഇത് അവസാന നിമിഷമാണ്, നമുക്ക് സത്യം പറയാൻ പറ്റിയ ഏക നിമിഷമാണ്. ഈ നിമിഷത്തിനകത്ത് എങ്ങനെ സത്യം പറ വിഷ്ണു, ഇതിൻ്റെ പിറകിലെ രഹസ്യം എന്താ, എന്ത് സാഹചര്യത്തിനകത്ത് അങ്ങനെ ചെയ്യേണ്ടതെന്ന് വിഷ്ണുവേട്ടാ, അന്ന് നടന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് പറ, എല്ലാവരോടും പറ വിഷ്ണുവേട്ടാ. എന്നിട്ട് വിഷ്ണുവിൻ്റെ കൈ പിടിച്ച് ശാലിനി കരയുവാണ്, വിഷ്ണുവിനെ കൊണ്ട് സത്യം പറയാം. അപ്പോൾ ഇത് കണ്ടിട്ട് കാർത്തിക്കാണെങ്കിൽ നെഞ്ചിടിപ്പ് കൂടി നിൽക്കുവാണ്. കാരണം വിഷ്ണു എങ്ങാനും സത്യസന്ധമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയാൽ താൻ ഈ നിമിഷം ഇവിടുന്ന് ഗെറ്റ് ഔട്ട് അടിക്കേണ്ട വരുമല്ലോ എന്നുള്ള പേടി കാർത്തിക ഒരൊറ്റ നിൽക്കുക. അപ്പോൾ ശാലിനി വിഷ്ണുവിന് കുടഞ്ഞിട്ട് ചോദിക്കും ഇതിൻ്റെ സത്യാവസ്ഥകൾ എന്താണെന്നുള്ള കാര്യമൊക്കെ അങ്ങ് ചോദിക്കുമ്പോഴത്തേക്കും സത്യഭാമ അന്നേരം ഒന്നും അവിടെ ഒന്നും പോകുന്നില്ല. വിഷ്ണു ശാലിനിയുടെ പറയാൻ വരുന്നില്ല എന്ന രീതിക്ക് അത് വിഷ്ണു എന്നാണ് ശാലിനി തന്നെ നോക്കി നിൽക്കുവാണ്. ഞാനെങ്കിൽ വിഷ്ണുവിൻ്റെ കൈ തന്നെ പിടിച്ചിരിക്കുക, വിഷ്ണുവിൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുക. അപ്പോഴത്തേക്കും കുറേ നേരം കഴിയുമ്പോൾ സത്യഭാമയ്ക്ക് റിലേ അങ്ങ് പോയി. അപ്പോൾ സത്യഭാമ നേരെ എണീറ്റ് തുള്ളിച്ചാടിക്കൊണ്ട് ശാലിനിയുടെ കൈ വിഷ്ണുവിൻ്റെ കൈയുടെ പുറത്ത് അങ്ങ് എടുത്ത് പിടിച്ച് മാറ്റി ചോദിക്കുന്നുണ്ട്, എടി നിനക്ക് അവൻ തന്നെ സത്യങ്ങളൊക്കെ പറഞ്ഞു തരണമെന്നുണ്ടോ, ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ലാസ്റ്റ് എല്ലാവരും നോക്കിക്കോ ഇനി അമ്മ എന്താ ചെയ്യാൻ പോകുന്നത്. എടി എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാവുള്ളൂ. ഗോപാലകൃഷ്ണൻ എന്തായാലും ഇവിടെ നിൽപ്പുണ്ടല്ലോ, ഗോപാലകൃഷ്ണൻ അറിയേണ്ട ന്യായമല്ലേ, ഇവളുടെ ഒക്കത്തൊരു ഇടിയിലൊരു കൊച്ചുണ്ടല്ലോ, നിങ്ങളുടെ വീട്ടിൽ വളരുന്ന നിങ്ങളുടെ ഒരു മോളായിട്ട് വളർത്തുന്ന ഒരു പെൺകൊച്ച് സത്യ, അവളുടെ അച്ഛൻ ആരാന്നുള്ള കാര്യത്തിൻ്റെ സത്യാവസ്ഥ പറ, അതിനുശേഷം ബാക്കിയുള്ള കാര്യത്തിന് ന്യായം പറയാമല്ലോ. പിന്നെ പോലീസും കോടതി നിങ്ങൾ പറഞ്ഞില്ലേ, ആ പോലീസും കോടതിയൊക്കെ ഇനി ഞാനാക്കി വിളിച്ച് വരുത്തുന്നത്, കോടതിയോ പോലീസോ എവിടെ വേണം കയറാനായിട്ട് ഈ സത്യഭാമ തയ്യാറാണ്. അന്നേരം നിങ്ങളുടെ തന്നെ ഈ കളക്ടർ മോളുണ്ടല്ലോ നിന്ന് വിയർക്കും, കാരണം സത്യങ്ങളുടെ ഉത്തരം പറയാൻ പറ്റാതാവാം. നീ വിഷ്ണുവിനെ കളഞ്ഞിട്ട് പോയതുപോലെ കളഞ്ഞിട്ട് പോയവളല്ല കാർത്തിക, അവൻ ഇഷ്ടപ്പെട്ട് മനസ്സിന് സമ്മതത്തോടെ അവൻ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന ഒരു പെണ്ണാണ്. നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലി പോലെ അവളുടെ കഴുത്തിൽ അവൻ കെട്ടിയൊരു താലി കിടപ്പുണ്ട്. നീ ഒക്കത്ത് ആരുടെ കൊച്ചാന്നറിയാൻ നീ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ കയറിയെന്ന് വീണ്ടും വിഷ്ണുവിനെ വേണമെന്ന് പറഞ്ഞ പോലെ വന്ന് കയറിയവളല്ല കാർത്തിക, വിഷ്ണു മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് കെട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെ പറയുമ്പം ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, സത്യാമേ ഇവിടെ ഈ ന്യായങ്ങളൊന്നും നടക്കത്തില്ല, നിങ്ങളെ ഞാൻ കോടതി കയറ്റും, നിങ്ങളെ കയറ്റണം ഗോപാലകൃഷ്ണൻ, നിങ്ങൾ കോടതിയോ ഇനി മജിസ്ട്രേറ്റ് എവിടെ വേണം കയറ്റിക്കോ, എനിക്ക് വരാനൊന്നും ഒരു പേടിയില്ല. പക്ഷെ നിങ്ങളുടെ മകളാക്കി നിന്ന് വിയർക്കുന്നത്, നിങ്ങൾക്കുണ്ടോ ഒരു ഉത്തരം പറയാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ വീട്ടിൽ വളരുന്ന പെങ്കൊച്ച് ആരാണ്, ഈ ന്യായം പറയുന്ന ഗോപാലകൃഷ്ണനെ പറയാനുണ്ടോ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മകളുടെ മകളായി വളരുന്ന ആ സത്യയുടെ അച്ഛൻ ആരാന്നുള്ളതിൻ്റെ കാര്യത്തിൻ്റെ ഉത്തരം പറയാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ ഗോപാലകൃഷ്ണൻ. അപ്പം ഗോപാലകൃഷ്ണൻ പറയുന്നത് എൻ്റെ കയ്യിലുണ്ട് ഉത്തരം എന്ന് പറയുമ്പോൾ വിഷ്ണു അങ്ങ് ഞെട്ടി നോക്കുകയാണ്. അപ്പം സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ വിഷ്ണു അടുത്ത് നേരെ ശാലിനി നോക്കുകയാണ് സത്യം പറയാം. ഈ സമയത്തിന് നമ്മുടെ ശാദം പറയുന്നുണ്ട്, പറയല്ലേ ഗോപാലേട്ട പറയല്ലേ എന്നുള്ള രീതിക്ക് അത് ഒരു കണ്ണുകൊണ്ട് കാണിക്കുമ്പോൾ ലാസ്റ്റ് ഗോപാലേട്ടൻ എന്താണ് സംയമനം പാലിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സംയമനം പാലിച്ച് നിൽക്കുമ്പോഴത്തേക്കും വിഷ്ണുവിന് മനസ്സിലായി ഇതിൻ്റെ പിറകിൽ എന്തോ വലിയൊരു രഹസ്യമാണ്, ആരെയും രക്ഷിക്കാനുള്ള ഒരു ന്യായീകരണമാണ് ഇവരെല്ലാവരും കൂടെ ചെന്ന് നടത്തുന്നത്. അപ്പം എല്ലാവരും കാതോർത്ത് വയ്ക്കുക സത്യം കേൾക്കാൻ വേണ്ടി. പക്ഷേ എന്നിട്ട് ശാലിനി ഉൾപ്പെടെ എല്ലാവരും മൗനം പാലിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, പറ ശാലിനി സത്യം ഇനിയെങ്കിലും പറഞ്ഞത്. നമ്മുടെ വിഷ്ണു എന്താണെന്നറിയോ, ശാലിനിയുടെ കയ്യിൽ ഇപ്പം വിഷ്ണു ആണ് കയറി പിടിച്ചത്. നേരത്തെ ശാലിനി അല്ലേ വിഷ്ണുവിൻ്റെ കൈ കയറി പിടിച്ചത്. സത്യഭാമ മാറ്റിക്കളഞ്ഞ ആ കൈയിനെ നേരെ വിഷ്ണു തൻ്റെ കയ്യിലേക്ക് ശാലിനിയുടെ കൈ എടുത്ത് വെച്ചിട്ട്, പറ ശാലിനി ഈ സത്യം പറ, താൻ ഉത്തരം പറയണമെന്ന് പറയുമ്പം ശാലിനിക്ക് പറയാൻ ഉത്തരവില്ല. അങ്ങനെ ശാലിനി പറയാനായിട്ട് ഉത്തരവില്ലാതെ നിൽക്കുമ്പോൾ ശാലിനി വീണ്ടും എന്താണെന്നറിയോ, എരിപിരി കെട്ടിക്കൊണ്ട് ദേഷ്യം കൊണ്ട് വരുവാണ് സത്യഭാമ. എടി നിനക്ക് പറയാൻ ഉത്തരവുണ്ടോ? ഇല്ലല്ലോ, എന്നാൽ പിന്നെ നിന്ന് എൻ്റെ മുറ്റത്ത് ചിലയ്ക്കകത്ത് ഇറങ്ങി പോടി എന്നിട്ട് നേരെ കാർത്തികയോട് പറയും, കാർത്തികേ നീ ഇപ്പോൾ ഇവിടെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്ന് പറയുമ്പോൾ കാർത്തിക കേൾക്കേണ്ട താമസം. അപ്പോഴത്തേക്കും കാർത്തിക് അകത്ത് പോയി ശാലിനിയുടെ ബാഗും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുമോ. വിഷ്ണു അങ്ങ് നോക്കി നിൽക്കുമോ, കാരണം ഇവളിതെന്തോ കാണിക്കുന്നുള്ള രീതിക്ക്. അപ്പം കാർത്തിക് എന്താണ് ശാലിനിയുടെ വലിയൊരു ബാഗും സൂക്കേസും കൊണ്ടുവന്ന് അവിടെ മുറ്റത്ത് വെച്ച് കൊടുക്കുവാണ്. വിഷ്ണു പരസ്പരം ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുക. അപ്പം വിഷ്ണുവിൻ്റെ കൈ തന്നെ ശാലിനിയുടെ കൈ ഇങ്ങനെ പിടിച്ച് വെച്ചിരിക്കുകയാണ് വിഷ്ണു, അത് സത്യം പറയണമെന്ന രീതിക്ക്. അപ്പം ബാഗും കൂടെ വന്നു കഴിയുമ്പോൾ ശാലിനിക്ക് എന്താണെന്നറിയോ, കാർത്തിക എന്നെ അടിച്ച് പുറത്താക്കാൻ പോകാമെന്നോ വിഷ്ണു ഏട്ടാ എന്ന രീതി വിഷ്ണുവിന് ഒരു നോട്ടം നോക്കുന്നുണ്ട്. അപ്പം വിഷ്ണു എന്താണ് സഹിക്കാൻ വയ്യാതെ ഇരിക്കുന്നത് ശാലിനിനെ പരസ്പരം ഇങ്ങനെ രണ്ടുപേരും നോക്കിക്കൊണ്ട് നിൽക്കുന്നതും. സത്യഭാമ നേരെ ശാലിനിയുടെ കൈ വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറിച്ചിട്ട് ശാലിനിനെ എന്താണ് ഒരു കറക്കവും കറക്കി ആ സിറ്റ് ഔട്ടിൽ നേരെ മുറ്റത്തേക്ക് അങ്ങ് തള്ളി കൊടുക്കുവാണ്. അപ്പം ശാലിനി എന്നാൽ അച്ഛൻ്റെ അമ്മയുടെ മുന്നിലേക്ക് ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും പിള്ളച്ചേട്ടനോട് പറയുന്നുണ്ട്, പിള്ളച്ചേട്ടാ ആ ബാഗ് എടുത്ത് പുറത്ത് വെച്ച് കൊടുക്കാൻ പറയുമ്പോൾ ലാസ്റ്റ് എന്താണ് സത്യം പറയുന്നത് അനുസരിക്കാനല്ലേ പറ്റുള്ളൂ. അങ്ങനെ പിള്ളച്ചേട്ടൻ ബാഗും കൂടെ എടുത്ത് മുറ്റത്ത് വയ്ക്കുമ്പം ഈ പറയുന്ന കാർത്തിക ശാലിനിയുടെ മുന്നിൽ വന്ന് ഇങ്ങനെ ഞെളിഞ്ഞ് നിൽക്കുവാണ്. അതായത് എടി ഞാൻ നിന്നെ പുറത്താക്കി എന്നുള്ള ധൈര്യത്തിനത് ശാലിനിയുടെ മുന്നിൽ നേർക്ക് നേർ നോക്കി നിൽക്കുമ്പോഴത്തേക്കും എല്ലാവരും ചമ്മി നിൽക്കുകയാണ്. അപ്പോൾ
ഷാനിക്ക് അത്രയ്ക്ക് സങ്കടത്തിൽ ഷാനി അവിടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത് ബാഗും കൊണ്ട്. അപ്പം എന്താണ് ബാഗ് എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ എന്താണ് അവർ ബാഗ് എടുത്ത് പോകാൻ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് നേരെ നമ്മുടെ പപ്പിമോൾ ഓടി വരിക, അയ്യോ ചേച്ചിയമ്മയെ പോലെ എന്നിട്ട് ഭയങ്കര സങ്കടപ്പെട്ട് വന്ന് ചേച്ചിയമ്മയെ കെട്ടിപ്പിടിക്കുമ്പോൾ എല്ലാവരും എന്താണ് സങ്കടത്തോട് നോക്കി നിൽക്കുക. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ സങ്കടം ഇനി എങ്ങനെ മാറ്റുന്ന രീതിയിൽ എല്ലാവരും നോക്കുമ്പോഴത്തേക്കും കുഞ്ഞ് ഒരു കാരണവശാലും നമ്മുടെ ഷാനിയെ വിട്ട് മാറുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പം എന്താണ് എങ്ങനെയൊക്കെ ആശ്വസിക്കുന്നത്, ലാസ്റ്റ് ഈ സത്യഭാമ കുഞ്ഞിനെയും പിടിച്ച് എന്താണെന്നറിയാം മാറ്റിക്കഴിഞ്ഞ് ഞാൻ പറയാൻ പോയി രോഹിത്തിനോട് പറയാം, എടാ നിനക്കും കൂടെ അവരുടെ കൂടെ ഇറങ്ങേണ്ട ആവശ്യമുണ്ടോ, നിന്നെയും കൂടെ ഇറക്കി വിടണോ, എനിക്ക് എല്ലാവരും ഇറക്കി വിടാനൊക്കെ അറിയാവുന്ന രോഹിത്തിൻ്റെയും വായും കൂടെ അടുപ്പിച്ച് ലാസ്റ്റ് എല്ലാവരെയും വീട്ടിൻ്റെ അകത്ത് കയറ്റുമോ. അപ്പോൾ ഇവരെല്ലാവരും കാര്യങ്ങളൊക്കെ പൊടിയും തട്ടി അകത്തേക്ക് കയറി കാർത്തിക സന്തോഷത്തിൽ കയറിയപ്പോഴത്തേക്കും വിഷ്ണു കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. വിഷ്ണു നേരെ എന്താണെന്നറിയോ, ആ പൂജാമുറി ചെന്ന് നിന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് സത്യം പറയാൻ പറ്റുമായിരുന്നു, പക്ഷേ എന്നിട്ടും എൻ്റെ അവസ്ഥ അറിയാമല്ലോ, ഞാൻ ഷാനിയെ ഒരു രീതിയിൽ ചതിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വന്നതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൂജാമുറി നിന്ന് പ്രാർത്ഥിച്ച് സങ്കടപ്പെടുമ്പോഴാണ് വിഷ്ണു എന്താണ് ആ കർപ്പൂരം അവിടെ ഇരിക്കുന്നത് കാണുന്നത്. അപ്പം കർപ്പൂരം എടുത്ത് എല്ലാ കർപ്പൂരവും കൂടെ കൈ വെച്ച് കത്തിച്ചുകൊണ്ട് അങ്ങ് നിൽക്കുവാണ്. സത്യങ്ങളൊന്നും പറയാതെ പോയതിൻ്റെ സങ്കടവും അതിന് ചെയ്തു പോയത് തെറ്റിനും എല്ലാത്തിനെയും മാപ്പ് പറഞ്ഞ് ഈ കർപ്പൂരം കത്തിച്ചിട്ട് വിഷ്ണു പറയുന്ന ഒരു വാക്കുണ്ട്, ശാലിനി അല്ലെങ്കിൽ വിഷ്ണു അല്ല, ഒരു ജന്മത്തിൽ അങ്ങനത്തെ ഒരു കാര്യമല്ല, ശാലിനി മാത്രമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കർപ്പൂരം കത്തിച്ചു നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ പപ്പിമോള് കാണാം, അയ്യോ വിഷ്ണു വെച്ചാൽ വേണ്ട കൈ പൊള്ളും എന്ന് പറയുമ്പോഴത്തേക്കും പപ്പി പറയുന്ന ഒന്നും കേൾക്കാൻ വിഷ്ണു അല്ല, വിഷ്ണു മൊത്തം എന്താണെന്ന് അറിയാം ആ ഒരു കർപ്പൂരം കത്തിച്ചുകൊണ്ട് വിഷ്ണു അങ്ങ് ഭയങ്കര രീതിക്ക് അങ്ങ് ഡിറ്റർമൈൻഡാണ് നിൽക്കുമ്പോഴത്തേക്കും നേരെ എല്ലാവരെയും വിളിച്ചു വിടാൻ പപ്പി എല്ലാവരും ഓടി പറഞ്ഞ് ഇതേ വിഷ്ണു വെച്ചാൽ കാണിക്കുന്ന നോക്കുമ്പോഴത്തേക്കും സത്യഭാമയും കാർത്തികെല്ലാം ഓടി വരുമ്പം കാണുന്നത് നേരെ വിഷ്ണു കൈ നിറയെ കർപ്പൂരം കത്തിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നതും വിഷ്ണുവിൻ്റെ ആ ഭയങ്കര തീക്ഷ്ണതയിൽ നിൽക്കുന്നതാണ് കാണുന്നത്. അതിന് മുന്നേ തന്നെ വിഷ്ണു സത്യഭാമയുടെ മുന്നിൽ വെച്ച് തന്നെ എന്താണ് ആ നേരെ കസേരെടുത്ത് എറിഞ്ഞിട്ടാണ് അകത്തേക്ക് കയറി ചെന്നത്. ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് സത്യഭാമ തകർന്ന് നിൽക്കുന്നതും വിഷ്ണു എന്താണ് അത്ര രീതിക്ക് ശാലിനിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിൻ്റെ ഒരു പ്രതികാരം എന്ന രീതി കർപ്പൂരം കത്തിച്ച് നിൽക്കുന്ന ഇനി എന്തിലേക്ക് എത്തും എന്നറിയാതെ സത്യഭാമ നിൽക്കുന്ന കാണിച്ചാണ് അടുത്ത എപ്പിസോഡ് എൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കാണുമോ, ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് കമൻസും ഷെയർ ആരും മറക്കണ്ട കേട്ടോ. ബൈ.